ഹായ് മക്കളെ, ലത്തീഫ് സാറാണ് മക്കളെ. മക്കളെ എടാ, ഈ വരുന്ന ഓണം എക്സാമിന് മാത്സിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് സാറേ എക്സാമിന് വരിക എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ എന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റർ ആണ് ഏറ്റവും വെയിറ്റേജ്, അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്റർ ആണ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സാറ് പറഞ്ഞുതരാം. സോ ആദ്യമായിട്ടാണ് ഫ്യൂച്ചറിന്റെ ഈ പ്ലസ് ടു ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം കേട്ടോ. എല്ലാ മക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓണപരീക്ഷ എഴുതാൻ പോകുന്ന മാത്സ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്യണം. സോ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഏതൊക്കെ ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് സാറ് പറഞ്ഞുതരാം. നമുക്കറിയാലോ, ആദ്യത്തെ ശരിക്കും പറഞ്ഞ 5-6 ചാപ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ആ പാർട്ട് 1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ പഠിക്കാനുണ്ട്. പക്ഷെ ചില സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തോളന്നില്ല, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഒന്നും കംപ്ലീറ്റ് ആയിക്കോളന്നില്ല കേട്ടാ. ടോട്ടലി 6 ചാപ്റ്റർ ഉണ്ട്. സോ ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെ, പൊതുവെ എല്ലാ ആളുകൾക്കും കുറച്ചൊരു ബുദ്ധിമുട്ടേറിയ ഒരു ചാപ്റ്റർ തന്നെയാണ് റിലേഷൻ ഫംഗ്ഷൻ. പ്രത്യേകിച്ച് പ്ലസ് ടുവിന്റെ അല്ലെ, ഏറ്റവും എളുപ്പം എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് മെട്രിക്സ് ആണ്. മെട്രിക്സിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. മെട്രിക്സ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഓണപരീക്ഷയുടെ ചാപ്റ്റർ. സോ മെട്രിക്സ് നമുക്ക് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക്, ഒരു ഏകദേശം 14-15 മാർക്കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, മെട്രിക്സിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. അതേപോലെ തന്നെ തൊട്ടടുത്ത ചാപ്റ്റർ ആണ് കണക്ട് ചെയ്തിട്ടുള്ള ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഒന്നും മോശമില്ലാത്ത ഒരു നമ്പർ, ഒരു 10 മാർക്ക് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇത് പല വർഷങ്ങളിലും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8 മാർക്ക് വരെ നമുക്ക് ഡിറ്റർമിനന്റിൽ നിന്നും എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അല്ലെ, വലിയൊരു ചാപ്റ്റർ ആണ്. പ്ലസ് ടുവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൽക്കുലസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ലൊരു ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ നിന്ന് ഇതേ പറഞ്ഞ പോലെ മെട്രിക്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഓണപരീക്ഷയ്ക്ക്. അതിൽ നിന്ന് ഏകദേശം ഒരു 14-15 മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നീട് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഒരു അല്പം വെയിറ്റേജ് കുറവാണ് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഏകദേശം 7 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പല സ്കൂളിലും ചിലപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് വരെ എടുത്തു കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയിൽ പഠിക്കുക കേട്ടാ മക്കളെ. അപ്പൊ സാർ വീണ്ടും പറയുന്നതാണ്, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആദ്യം മെട്രിക്സ്, ഡിറ്റർമിനന്റ് ഒക്കെ വേഗം പഠിച്ച് ക്ലിയർ ആക്കി എന്ത് ചെയ്യടാ, സെറ്റ് ആക്കാം. സോ ഈ ചാനൽ ഇതുവരെ ഫ്യൂച്ചറിന്റെ ചാനൽ, പ്ലസ് ടുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ഏത് ചാപ്റ്റർ വരെ എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ആ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കംപ്ലീറ്റ് ആയോ, അതല്ല ഇനി എടുക്കാത്ത ഏത് ചാപ്റ്റർ ആണ്, സാർ ഈ പറഞ്ഞ 6 ചാപ്റ്ററിൽ നിങ്ങളുടെ സ്കൂളിൽ എടുക്കാത്ത ചാപ്റ്റർ ഏതാണെന്ന് എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ മക്കളെ.